ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് റൊട്ടേഷൻ ഡൈനാമിക്സ് ആണ്. അതിൻ്റെ കൂടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള കൺസെപ്റ്റിലോട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റം ആൻഡ് പ്രിൻസിപ്പിൾ ആക്സിസ്. ഈ രണ്ട് ചെറിയ കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്താൽ ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിവേ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് റൊട്ടേഷൻ ഡൈനാമിക്സ്. നമ്മൾ ഇതുവരെ ലീനിയർ ഡൈനാമിക്സ് പഠിച്ചു. നോർമലി ഒരു ബോഡി ഉണ്ട്, അത് ലീനിയർ മോഷനിലാണ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്താണ്, ആക്സിലറേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി റൊട്ടേഷൻ്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് അതിന് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് റൊട്ടേഷൻ ഡൈനാമിക്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് റൊട്ടേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്യുവർ ട്രാൻസ്ലേഷൻ. പ്യുവർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഡൈനാമിക്സിൻ്റെ കേസിൽ. അതായത് എൻ്റെ കയ്യിലൊരു ബോഡി ഉണ്ട്, ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ബോഡി ഉണ്ടാകും. സോ ആ ബോഡി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് സം ഫോഴ്സ് എഫ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ F is equal to mass into acceleration. With some acceleration ഈ ബോഡി മൂവ് ചെയ്യും. ആ കാര്യം നമുക്കറിയാം. ഈ ഒരു ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ട് എങ്കിൽ ആ സെൻറ്റർ ഓഫ് മാസും അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. ആ കാര്യവും നമുക്കറിയാം. Now coming to pure translation. ട്രാൻസ്ലേഷൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, നമ്മളെ ഈ ഒരു ബോഡി എടുക്കുക റിജിഡ് ബോഡി തന്നെയാണ്. കാരണം തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തല്ലോ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ മാസ് മാത്രമേ ഉള്ളൂ. സോ അതാണ് റൊട്ടേഷൻ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറേ അധികം പോയിന്റുകളുണ്ട്. ഇവിടെ ഒരു മാസ് ഉണ്ടാകാം, ഇവിടെ ഒരു മാസം ഉണ്ടാകാം, ഇവിടെ ഒരു മാസം ഉണ്ടാകാം. പക്ഷേ പ്യുവർ ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റ് അണ്ടർഗോ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? പ്യുവർ ട്രാൻസ്ലേഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. സോ നോർമലി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻസ് തന്നെയായിരിക്കും ഈ ഒരു ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കൈനറ്റിക് എനർജി എന്തായിരുന്നു? ഹാഫ് mv². സോ ഈ എൻറ്റയർ ബോഡിയെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ആരാ ഇവിടെ ഉള്ളത്? വി സെന്റർ ഓഫ് മാസ് ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². മൊമെന്റം ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു mv ആയിരുന്നു. സോ ഇവിടെ m ഇൻറ്റു വി സി ഇൻറ്റു സെൻറ്റർ ഓഫ് മാസ്. നൗ ഇക്വേഷൻ ഓഫ് മോഷൻ. ആക്ച്വലി ഇവിടെ ഇതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമാണ്. ട്രാൻസ്ലേഷൻ മോഷൻ എവിടെയുണ്ടോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ ആരാണ്? ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ് ഈ മൂന്നെണ്ണവും. സോ പ്യൂർ ട്രാൻസ്ലേഷൻ മോഷനിൽ കൂടുതൽ ഡിസ്കഷൻസ് നമുക്ക് ആവശ്യമില്ല. നൗ കമ്മിങ് ടു പ്യുവർ റൊട്ടേഷൻ മോഷൻ. പ്യുവർ റൊട്ടേഷൻ്റെ കേസിൽ നോക്കുക, ഇവിടെ ഓരോ ഒബ്ജക്റ്റും ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഈ ഒരു ഡയറക്ഷനിലാണ്. കാരണം ഇതിങ്ങനെ കിടന്ന് കറങ്ങുകയാണ് വിത്ത് സം ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ റൊട്ടേഷൻ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ ചാപ്റ്ററിൻ്റെ ആദ്യ സമയം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാം m1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ r1 എന്ന് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക m1 എന്ന് പറയുന്ന മാസ് r1 എന്നുള്ള ഡിസ്റ്റൻസിലുണ്ട്, m2 r2യിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിങ്ങോ ഡിസ്കോ മേ ബി റിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ എമ്മുകളും ഒരേപോലെ ഉണ്ടാകും, ഒരേ ഡിസ്റ്റൻസിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് റിങ് ആയി മാറും. പിന്നെ അതേപോലെ തന്നെ ഡിസ്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറേ മാസുകൾ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എനിവേ ഈ ഒരു കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഹാഫ് mv² എന്ന് പറയാൻ പറ്റൂല. കാരണം m എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ഒബ്ജക്റ്റ് മാത്രമല്ല, ഇവിടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണ്, കുറേ റിജിഡ് ബോഡിയാണ്. സോ ഈ റിജിഡ് ബോഡിയാണ് കിടന്ന് കറങ്ങുന്നത്. സോ റിജിഡ് ബോഡി കിടന്ന് കറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് മാസിൻ്റെ അനലോഗായിട്ട് ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ വരും. കറങ്ങുന്നത് കൊണ്ട് വെലോസിറ്റിക്ക് നമ്മൾ വിളിച്ച പേരെന്താ? ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ മൈ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I omega². ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നൗ അബൌട്ട് ദ ആംഗുലാർ മൊമെന്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. I അല്ലെങ്കിൽ L ഇസ് ഈക്വൽ ടു I ഒമേഗ. കാരണം L ഇസ് ഈക്വൽ ടു m ഇൻറ്റു വി ആണ് നമ്മളെ നോർമൽ ലീനിയർ മോഷനിലുള്ളത്. m ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ m ഇൻറ്റു വി ആണ്. കമ്മിങ് ടു ദ റൊട്ടേഷൻ മോഷൻ. റൊട്ടേഷൻ മോഷൻ ആകുന്ന സമയത്ത് പിക്ക് പകരം നമ്മൾ L എഴുതും, എമ്മിന് പകരം എന്ത് ചെയ്തും? മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. വെലോസിറ്റിക്ക് പകരം എന്താണ്? ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ. സോ L ഇസ് ഈക്വൽ ടു I ഒമേഗ. ഇക്വേഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി. നൗ കമ്മിങ് ടു ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇത് കിടന്ന് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡി കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഈസ് ആക്ടിങ് അബൌട്ട് ആൻ ആക്സിസ്. അതായത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് ഇത് മുന്നോട്ടും ഇത് ബാക്കോട്ടും ആകുന്ന സമയത്താണ് ഇവിടെ കിടന്ന് റൊട്ടേഷൻ സംഭവിക്കുന്നത്. അതിന് വിളിച്ചിട്ടുള്ള പേരാണ് ടോർക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയാൻ പറ്റും,
ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണോ ട്രാൻസ്ലേഷൻ മോഷനിൽ ചെയ്യുന്നത് അതേ പരിപാടിയാണ് റൊട്ടേഷൻ മോഷനിൽ ആര് ചെയ്യുന്നത്, ടോർക്ക് ചെയ്യുന്നത്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. എങ്ങനെ കിട്ടി? ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോഴ്സിന് പകരം ഇപ്പോൾ ഇവിടെ ആരാളുള്ളത്? ടോർക്കാണ്. മാസിന് പകരം ആരാളുള്ളത്? ഐ ആണ്. ആക്സിലറേഷന് പകരം ആരായിരുന്നു? ആൽഫയാണ്. സോ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. വെരി സിമ്പിൾ. ഇതിൻ്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ഈ ഇക്വേഷൻസ് ആണ്. സോ നൗ കമ്മിങ് ടു ജനറൽ മോഷൻ. ജനറൽ മോഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടും ഉണ്ട്. റൊട്ടേഷൻ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിനാണ് എന്തെന്ന് പറയാ? ജനറൽ മോഷൻ എന്ന് പറയാ. സോ ഇറ്റ് അണ്ടർഗോ ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. സോ എന്തായിരിക്കും അതിൻ്റെ കൈനറ്റിക് എനർജി? രണ്ടിൻ്റെയും കൈനറ്റിക് എനർജി ആഡ് ചെയ്താൽ മതി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. ട്രാൻസ്ലേഷൻ്റെത് റൊട്ടേഷൻ്റെത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇനി മൊമെൻറ്റത്തിൻ്റെ കേസിലോട്ട് വന്നാലോ, ആംഗുലാർ മൊമെൻറ്റം എന്നുള്ളത് നമുക്കറിയാം ഐ ഒമേഗയാണ്. റൊട്ടേഷൻ്റെ കേസിൽ എന്താണ്? എൻ്റെ ട്രാൻസ്ലേഷൻ്റെ കേസിൽ എം വി ആർ ആയിരുന്നു, അല്ലെങ്കിൽ എം വി ആണ് ലീനിയർ ക്വാണ്ടിറ്റി. സോ ആംഗുലാർ ക്വാണ്ടിറ്റി ആക്കുന്നു എം വി ആർ. സോ എം ഇസ് ഈക്വൽ ടു ആർ, അല്ലെങ്കിൽ ആർ ക്രോസ് വി എഴുതാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം? എം വി ആർ എന്ന് എഴുതാം. ദെൻ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇവിടെ രണ്ടും ഇൻവോൾവ്ഡ് ആണ്. ഫോഴ്സും ഇൻവോൾവ്ഡ് ആണ്, ടോർക്കും ഇൻവോൾവ്ഡ് ആണ്. കാരണം ഇത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് വേണം, ഇതിങ്ങനെ കടന്ന് കറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തും വേണം? ടോർക്കും വേണം. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. സോ ഇനി ശരിക്കും ശ്രദ്ധിക്കണം, ഇതിൻ്റെ വെലോസിറ്റിയുടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 3 പിക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പിക്ചർ തന്നാൽ ഇതിനർത്ഥം എന്താണ്? ഇതിലെല്ലാ ഡയറക്ഷനിലും എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി ഒരേ ഡയറക്ഷനിലാണ്. ഈ പാർട്ടിക്കിളുടേതും സെൻറ്റർ ഓഫ് മാസിൻ്റെയും വെലോസിറ്റി ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെ കൊടുത്തത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്യുവർ റൊട്ടേഷൻ ആണ്. മൂന്നാമത്തെ കേസ് വരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഉണ്ട്. ഇതേതാണ്? ഇത് റൊട്ടേഷൻ ആണ്. ഇതേതാണ്? ട്രാൻസ്ലേഷൻ ആണ്. സോ ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നത് ഇവിടെ വി ഉണ്ട്, ഇവിടെ വി ഉണ്ട്, സോ 2v കിട്ടും. ഇവിടെ വി ഉണ്ട്, ഇങ്ങോട്ട് വി ഉണ്ട്, സോ 0 കിട്ടും. ഇവിടെ വി മാത്രമേ ഉള്ളൂ, സോ വി കിട്ടും. സോ ഇതാണ് എന്ത്? എൻ്റെ ജനറൽ മോഷൻ്റെ റെപ്രസെൻറ്റേഷൻ. മൂന്നും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. സോ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, പ്യുവർ റോളിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് സ്ലിപ്പ് ചെയ്ത് പോകുന്ന കേസ് നമ്മൾക്ക് ചിലപ്പം ചില കേസുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മേ ബി നിങ്ങൾ വളരെ സ്ലിപ്പറി ആയിട്ടുള്ള സർഫസിൽ നമ്മൾ കാറൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. സോ അതിനർത്ഥം എന്താണ്? പ്യുവർ റോളിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ പ്യുവർ റോളിംഗ് എപ്പോഴുണ്ടോ അതിനുള്ള കണ്ടീഷനാണ് വി സി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ, എ സി ഈസ് ഈക്വൽ ടു ആൽഫ ആർ. ഇത്രയേ ഉള്ളൂ. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ തന്നെയാണ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഒമേഗ ആർ ആയിരിക്കും. ആക്സിലറേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്നതിൽ ആൽഫ ഇൻറ്റു ആർ ആയിരിക്കും. ഇതാണ് എന്ത്? പ്യുവർ റോളിങ്ങിൻ്റെ കേസ്. എത്ര മാത്രമേ ഉള്ളൂ. ചെറുതായിട്ട് ഈക്വേഷൻ ഒന്ന് മെൻഷൻ ചെയ്തതെന്ന് മാത്രം. എവിടെ പ്യുവർ റോളിങ് കണ്ടോ അവിടെ നിങ്ങൾക്ക് ഈ ഈക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിനർത്ഥം. പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോളോ സ്ഫിയർ ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ roll on the horizontal surface such that center of the sphere move with speed v. Calculate the kinetic energy and angular momentum of the sphere. രണ്ടും ഇവിടെ ചോദിച്ചതുണ്ട്. കൈനറ്റിക് എനർജിയും ആംഗുലാർ മൊമെൻറ്റും ചോദിച്ചിട്ടുണ്ട്. സോ ആദ്യമായിട്ട് ഹോളോ സ്ഫിയർ ഈസ് മൂവിങ് ഹൊറിസോണ്ടൽ സർഫസ് സച്ച് ദ സെൻറ്റർ ഓഫ് മാസ് മൂവ് വിത്ത് സ്പീഡ് വി. സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് വി ആ എന്നുള്ളത്. സോ അപ്പം തന്നെ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? വി സി ഈസ് ഈക്വൽ ടു വി ആണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി. റോളിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും വി സി ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ഒമേഗയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. നൗ ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആണ്. ബിക്കോസ് വി സി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ബൈ ആർ എന്ന് എഴുതാൻ പറ്റും. നൗ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ഇവിടെ ഏതൊക്കെ കേസായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എന്ന് പറയുന്നത് എം തന്നെയാണ്. വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് ഒമേഗനെ മാറ്റാൻ പിടിച്ചിട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐ എത്രയാണ്? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സ്ഫിയർ 2/3 mr സ്ക്വയർ ആണ്, കാരണം ഹോളോ സ്ഫിയർ ആയിരുന്നു. ഇൻറ്റു ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. സോ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഇതെല്ലാം ആഡ് ചെയ്താൽ ഇവിടെ ഹാഫിന് കോമൺ എടുക്കുക. ഇവിടെ 2/3 ഇൻറ്റു ആർ സ്ക്വയർ ക്യാൻസലായി പോയി. സോ ബാക്കി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5/6 m v സ്ക്വയർ. സോ ദിസ് ഈസ് ദ
കൈനറ്റിക് എനർജി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. സോ വെറുതെ നമ്മൾ mv² മാത്രം എടുത്തിട്ട് കാര്യമില്ല, കാരണം ഇവിടെ രണ്ടും കൺസിഡർ ചെയ്യണം. ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനും ഞാൻ കൺസിഡർ ചെയ്യണം എന്നർത്ഥം. എനിവേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിലൊരു ഭാഗം ഇവിടെ ബാക്കിയുണ്ട്. നമുക്ക് ആംഗുലാർ മൊമെൻറ്റം കാണണം. സോ എന്തായിരുന്നു ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞത്? നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഒക്കെ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞു. സോ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഒരു IωA ഉണ്ടാകും, പിന്നെ അടുത്തതായിട്ട് ഒരു MVR ഉണ്ടാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/3 mr² ഉണ്ട് പ്ലസ് m ഇൻറ്റു v ഇൻറ്റു r ഉണ്ട് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 2/3 mr² എന്ന് പറഞ്ഞാൽ I ആയിട്ടേ ഉള്ളൂ. ഒമേഗയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, v/r ആണ്. സോ v/r പ്ലസ് MVR. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 2/3 പ്ലസ് 1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 5/3 വരും. 5/3 MVR. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇക്വേഷനിലാണ്. സോ അഗൈൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോളോസ്ഫിയർ റോൾ ഡൗൺ ഇൻ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഫ്രം എ ഹൈറ്റ് h. What is the speed of the sphere when it reaches the bottom of inclination? സോ ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡാണ് ചോദിച്ചത്. സോ ഇനീഷ്യലി ഇതിനുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് സ്പീഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, നമുക്കറിയാം. സോ ഫസ്റ്റ് ഐ എം സ്റ്റാർട്ടിങ് വിത്ത് mgh is equal to കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ രണ്ടും ഉണ്ട്, mv² ഉണ്ട് പ്ലസ് ഹാഫ് ഇൻറ്റു Iω² ഉണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv² പകരം എന്ത് ചെയ്താൽ ഞാൻ mv² തന്നെ ഇതാണ്. ദിസ് ഈസ് ഈക്വൽ ടു mv². ഇനി നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു v ഡിവൈഡഡ് ബൈ r ആണ്. അത് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പ്ലസ് ഹാഫ് ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് I മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ ചോദിച്ചത് ഹോളോസ്ഫിയർ ആണ്. സോ എഗെയിൻ 2/3 mr² ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് ഒമേഗ² v² ഡിവൈഡഡ് ബൈ r². സോ r² ക്യാൻസൽ ആയിപ്പോയി. 1/2 പുറത്തെടുത്താൽ വീണ്ടും 2/3 പ്ലസ് 1 ഉണ്ടാകും. സോ അഗെയിൻ ഐ വിൽ ഗെറ്റ് mgh ഇസ് ഈക്വൽ ടു 5/6 mv². ബിക്കോസ് അവിടെ ഒരു ഹാഫ് ഉണ്ട്. നേരത്തെ ഹാഫ് നമ്മൾ ചെയ്തില്ലേ? നേരത്തെ ഹാഫ് ഇല്ലായിരുന്നു. ഓക്കെ, IωA ആയിരുന്നു. സോ ഇവിടെ ഹാഫ് ഉണ്ട്. സോ 5/6 mv² കിട്ടിയിട്ടുണ്ട്. നൗ ദിസ് ഈസ് ഈക്വൽ ടു mgh. നമ്മളോട് ചോദിച്ചത് എന്താ? v ആണ്, ഈസി ആണ്. ദിസ് ഈസ് ഈക്വൽ ടു √6gh ഡിവൈഡഡ് ബൈ 5 അല്ലേ? സോ വെലോസിറ്റി ആയിട്ടുണ്ട്. സോ അതാണ് നമ്മളോട് ചോദിച്ചത്. ഈസിയാണ്. നിങ്ങൾ IωA പ്ലസ് ഹാഫ് ഇൻറ്റു Iω² പ്ലസ് ഹാഫ് mv² എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ളത് എ റിംഗ് ഓഫ് മാസ് m ആൻഡ് റേഡിയസ് r റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്. ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ഇഫ് ദ സെന്റർ ഓഫ് റിംഗ് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഹൈറ്റ് h, the angular velocity when the ring reaches the base. So initially എൻ്റെ സെൻറ്റർ ഓഫ് മാസ്, സെൻറ്റർ ഓഫ് ദ റിംഗ് എത്രയുള്ളത്? അറ്റ് ഹൈറ്റ് h. സോ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ, ഇതാണ് h. സോ തീർച്ചയായിട്ടും ഇത് ഇവിടെ എത്തുന്ന സമയത്ത് ഇതാണ് എൻ്റെ റിംഗ് ഉണ്ടാകുക. സോ റേഡിയസ് r ആയിരിക്കും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഇവിടെ എത്തിയ സമയത്ത് ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും എനിക്ക് ഉണ്ടാകുക. കാരണം സെൻറ്റർ ഓഫ് മാസിൻ്റെ ഷിഫ്റ്റ് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു g ഇൻറ്റു എന്താ പറയുക h മൈനസ് r എന്നാണ് വരിക. കാരണം ഈ ഒരു ഹൈറ്റിൽ എത്തുള്ളൂ, ഏറ്റവും ബോട്ടത്തിൽ എത്തൂല. അറ്റ് എ ഡിസ്റ്റൻസ് r കൂടുതലായിരിക്കും, കാരണം ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട്. സോ mg ഇൻറ്റു h മൈനസ് r ആണ് എനിക്ക് ഇനീഷ്യലി ഉള്ള പൊട്ടൻഷ്യൽ എനർജി. അതാണ് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. സോ mg ഇൻറ്റു h മൈനസ് r ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v² പ്ലസ് ഹാഫ് ഇൻറ്റു I ഇൻറ്റു ഒമേഗ². ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു v² പ്ലസ് ഹാഫ് ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് I ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ദിസ് ഈസ് എ റിംഗ് ഓഫ് മാസ് m ആണ്. സോ റിംഗ് ഓഫ് മാസ് m മാത്രമല്ല, ഇതിങ്ങനെ റോൾ ചെയ്ത് പോകുന്നത് അബൌട്ട് ദിസ് ആക്സിസ് ആണ്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ I എന്താണ്? mr² ആണ്. സോ ഹാഫ് ഇൻറ്റു mr² ഇൻറ്റു ഒമേഗ². ഒന്നെങ്കിൽ ഇതിനെ v is equal to r ഒമേഗ ആണ്, ഒന്നെങ്കിൽ ഒമേഗയെ കൺവേർട്ട് ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ വിനെ കൺവേർട്ട് ചെയ്യണം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി വെൻ ഇറ്റ് ഈസ് റീച്ചസ് ദ ബേസ് എന്നാണ്, അതായത് ഒമേഗയാണ് ചോദിച്ചത്. സോ
സോ ഒമേഗയുടെ എക്സ്പ്രഷൻ നമുക്കിവിടെ കീപ്പ് ഓൺ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിനെ മാറ്റുകയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് വരും. എം ജി ഇൻറ്റു എച്ച് മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. റൈറ്റ്, ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇതിൽ നിന്ന് ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരും? എമ്മും ക്യാൻസൽ ആയിപ്പോയി. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൂട്ട് ഓഫ് ജി ഇൻറ്റു എച്ച് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ ഈ പ്രോബ്ലം വളരെ ക്ലിയർ ആണ്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് മറ്റൊരു ടോപ്പിക്കിലോട്ടാണ്. ആക്സിലറേഷൻ ഓഫ് എ റോളിംഗ് ഒബ്ജെക്റ്റ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതുവരെ നോർമലി ഉള്ള കേസാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇൻക്ലിനേഷനിൽ വെച്ചാൽ നമുക്കറിയാം അവിടെ മറ്റൊരാളോട് ഉണ്ടാകുന്നുണ്ട്. ആരായിരുന്നു? ജി സൈൻ തീറ്റ. സോ ആ ജി സൈൻ തീറ്റയുടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആക്സിലറേഷൻ ആയിരിക്കണം നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ഡെറിവേഷനിലോട്ട് ഞാൻ മൂവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + i / m r സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. എ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 + i / m r സ്ക്വയർ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. കാരണം ഇത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെക്കുന്ന സമയത്ത് ഈ ബോഡി ഇങ്ങനെ താഴോട്ട് വരികയാണെന്ന് റൂൾ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസിന് ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണെന്ത്? ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 + i / m r സ്ക്വയർ. പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. എനിവേ ഇവിടെ നോക്കാം. നൗ ഫ്രിക്ഷൻ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ഐ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ടോർക്കിന്റെ കൺസെപ്റ്റിൽ നിന്നാണ് അത് വരുന്നത്. എനിവേ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. മൈ ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഐ എ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇഫ് എ ഇസ് ദ ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജെക്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എയുടെ വാല്യൂ കണ്ടു, ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. സോ ഫ്രിക്ഷൻ്റെ ഇക്വേഷനും ആക്സിലറേഷൻ്റെ ഇക്വേഷനും ഓർത്ത് വെക്കണം. ഏത് കേസിൽ? ആക്സിലറേഷൻ ഓഫ് എ റോളിംഗ് ഒബ്ജെക്റ്റ് ആണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വരുന്ന സമയത്ത്. കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എനിവേ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്മളിപ്പോൾ ഫ്രിക്ഷൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് മ്യൂ കാണാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് വി നോ ദാറ്റ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എൻ ആണ്. എഫ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. എന്തായിരുന്നു? ഐ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + i / m r സ്ക്വയർ ആയിരുന്നു. ഇതാണ് എൻ്റെ ഫ്രിക്ഷൻ ഫോഴ്സ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എൻ എന്താണ്? നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഉള്ളത് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഇസ് ഈക്വൽ ടു എന്താണ്? എം ജി കോസ് തീറ്റയാണ്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ മ്യൂ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ മതി. ജി ക്യാൻസൽ ആയി പോകും. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ടാൻ തീറ്റ വരും. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണെന്ത്? മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + i / m r സ്ക്വയർ. അതാണ് എൻ്റെ എക്സ്പ്രഷൻ ഫോർ മ്യൂ. ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വൺ വേർഡ് ആയിട്ടും ചെറിയ ന്യൂമറിക്കൽസ് ആയിട്ടും ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലുള്ള ഭാഗമാണ് കമ്പാരിറ്റീവ്ലി. ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. എ സോളിഡ് സ്ഫിയർ റോൾ ഡൗൺ ഓൺ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഫ്രം ദ ഹൈറ്റ് h as shown in figure. Calculate the time taken by the sphere to reach the bottom. Also calculate the minimum value of the coefficient friction necessary for rolling. റോളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ സ്ലിപ്പ് ചെയ്ത് പോകരുത്. സോ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായാലും ഇങ്ങനെ കറങ്ങി പോകാൻ പറ്റുള്ളൂ. സോ അവിടെ തന്നെ കറങ്ങുന്ന കേസിൽ എന്താണ്? അവിടെ നെസസറി ഫ്രിക്ഷൻ ഇല്ല, ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ല. സോ ആ സമയത്ത് അവിടെ തന്നെ കറങ്ങുള്ളൂ. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് ടൈം കാണാനാണ്. സോ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് വിത്ത് സം ആക്സിലറേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്ന് പറയുന്നത് 0 ആണ്. ഇനീഷ്യലി ബോഡി റെസ്റ്റിലാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ. സോ ടി ഈസ് ഈക്വൽ ടു √2s ഡിവൈഡഡ് ബൈ എ. ഇനി ഓരോന്നും നമുക്ക് കണ്ടാൽ മതി. എ എന്താണ് അറിയില്ലേ? നമ്മളിപ്പോൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടുവച്ചു. ആക്സിലറേഷൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 + i / m r സ്ക്വയർ ആണ് എൻ്റെ ആക്സിലറേഷൻ. റൈറ്റ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ജി ഉണ്ട്, സൈൻ തീറ്റ ഉണ്ട്. സോ ജി സൈൻ തീറ്റ എന്ന് വെക്കുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ജി
sin theta divided by 1 plus what is I, moment of inertia of this object. Solid sphere ആണ്. Solid sphere ന്റെ I എത്രയാണ്? 2/5 mr square ആണ്. So this is equal to 2/5 mr square ഉണ്ട്. Divided by mr square ഉണ്ടാകും. So അത് പോകും. So 1 plus 2/5. So എത്ര വരും? 7/5 വരും. So this is equal to approximately this is equal to substitute ചെയ്താൽ okay 1 divided 1 plus 2/5 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 5/7 ഇൻറ്റു ജി സൈൻ തീറ്റയാണ് എന്ത് എൻ്റെ ആക്സിലറേഷൻ. സോ ഇത് ഓർത്ത് വെക്കുക, ആക്സിലറേഷൻ ആയിട്ടുണ്ട്. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടൈം കാണാൻ വളരെ ഈസിയാണ്. പക്ഷേ എസ് കാണണം. എസ് എത്രയായിരിക്കും? ഇത് ഹൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് എച്ച് ഇത് എത്രയായിരിക്കും? എച്ച് സൈൻ തീറ്റ ആയിരിക്കും. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. So this is equal to h sin theta, h divided by sin theta, right? Opposite side by hypotenuse. So hypotenuse is equal to h divided by sin theta, h divided by sin theta. Now my t is equal to root of 2 into h divided by sin theta divided by a. So this is equal to into 5 ഉണ്ട്, മുകളിൽ പോകുമ്പോൾ 7 ആകും, ബാക്കി എന്തുണ്ട്? g sin theta ഉണ്ട്. So this will be approximately equal to റൂട്ട് 7 ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 14 ആണ്. 14 എച്ച് ഡിവൈഡഡ് ബൈ താഴെ വരിക 5g സൈൻ സ്ക്വയർ തീറ്റ. വേണമെന്നുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റയാണ് നിങ്ങൾക്ക് റൂട്ടിൻ്റെ പുറത്തെടുത്തിട്ട് സൈൻ തീറ്റ എന്ന് എഴുതാം. എനിവേ ടി ഈസ് ഈക്വൽ ടു റൂട്ട് 14h ഡിവൈഡഡ് ബൈ 5g സൈൻ സ്ക്വയർ തീറ്റ. എങ്ങനെ ചെയ്തതെന്ന് വളരെ വ്യക്തമാണ്. എല്ലാ ഇക്വേഷൻസും നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആയിരുന്നു. സോ ഡയറക്റ്റ് ഓർത്ത് വെക്കുക. എ ഇസ് ഈക്വൽ ടു ജി സൈൻ തീറ്റ. നോർമൽ കേസിൽ ഇത് ഈ ഒരു കേസിൽ അതായത് റോളിങ്ങും ട്രാൻസ്ലേഷനോടെ കൺസിഡർ ചെയ്യുന്ന കേസിൽ എന്താ വരിക? ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus I by mr സ്ക്വയർ. അത്രയേ ഉള്ളൂ. സോ ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. എനിവേ നമുക്കൊരു കാര്യം ഇവിടെ ബാക്കിയുണ്ട്. മിനിമം വാല്യൂ ഓഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതും ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. മ്യൂക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുവച്ചു. മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 plus mr സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 2/7 ടാൻ തീറ്റ. സോ മ്യൂ കിട്ടിയിട്ടുണ്ട് 2/7 ടാൻ തീറ്റ. സോ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ സോൾവ് ചെയ്യാനുള്ളതാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. So next question നോക്കാം. A constant force F is applied horizontally at the center of a hollow sphere of radius r and the mass m as shown in figure. If the sphere rolls, if the sphere rolls on the surface without sliding, then calculate its acceleration. Acceleration ആണ് നമ്മളോട് ചോദിച്ചത്. എപ്പോൾ ആക്സിലറേഷൻ ചോദിച്ചോ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ എന്തായിരിക്കും നെറ്റ് ഫോഴ്സ്? ഇവിടെ ഒരു എഫ് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ട്? ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് മൈനസ് എഫ് ദാറ്റ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ എ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ല. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഇവിടെ ആക്ച്വലി ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും ഉണ്ട്. സോ അതിനർത്ഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോർക്ക് ഉണ്ട്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആയിരിക്കും. അതേപോലെ തന്നെ ആൽഫ ഇസ് ഈക്വൽ ടു നത്തിങ് ബട്ട് എ ഡിവൈഡഡ് ബൈ ആർ ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. ഐ ഇസ് ഈക്വൽ ടു 2/3 mr സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി എങ്ങനെയാണ് എനിക്ക് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് മൈനസ് സ്മോൾ ലെറ്റർ എഫ് ഇസ് ഈക്വൽ ടു എം എന്നാണ്. സോ എനിക്ക് എഫ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് കാണണം? എനിക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടണം. ഫ്രിക്ഷൻ ഫോഴ്സ് കിട്ടാൻ എന്താ വഴി? ഇവിടെ ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ടോർക്ക് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലേ? കാരണം ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് ടോർക്ക് കൊടുക്കുന്നത്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ആണ്. സോ ടോ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ എന്നും എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതിക്കൂടെ. ദെർഫോർ എഫ് ഇസ് ഈക്വൽ ടു ഐ ആൽഫ ഡിവൈഡഡ് ബൈ ആർ. ദിസ് ഈസ് ഈക്വൽ ടു 2/3 mr സ്ക്വയർ ഇൻറ്റു ഇത് നമുക്ക് ക്യാപിറ്റൽ ആർ ആക്കാം. 2/3 mr സ്ക്വയർ ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് എ ബൈ ആർ ആണ്. സോ എ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? എഫ് ഇസ് ഈക്വൽ ടു 2/3 ma. ക്ലിയർ ആയിട്ടുണ്ടോ? സോ എഫ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈസിയാണ് കാര്യങ്ങൾ. കാരണം എഫ് മൈനസ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നായിരുന്നു. സോ എഫ് മൈനസ് 2/3 ma ഇസ് ഈക്വൽ ടു എം എ.
അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ പ്ലസ് 2/3 എത്ര വരിക 5/3 വരും. സോ 5/3 എം എ ഇസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. 5/3 എം എ ഇസ് ഈക്വൽ ടു എഫ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഈസി ആണ്, 3F ഡിവൈഡഡ് ബൈ 5M ആയിരിക്കും. നോർമലി നിങ്ങൾക്കറിയാം നമ്മൾ ഇത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. സോ F/M ആയിരുന്നു. ഇവിടെ ഈ സമയത്ത് കണ്ടോ 3 ഡിവൈഡഡ് ബൈ 5 അതിൻ്റെ കൂടെ ഉണ്ട്. സോ ശരിക്കും ശ്രദ്ധിക്കണം എഴുതുന്ന സമയത്ത്, കാരണം ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഏതൊക്കെ കൺസിഡർ ചെയ്യണം, ട്രാൻസ്ലേഷനും കൺസിഡർ ചെയ്യണം, ഇതിൻ്റെ റോളിങ്ങും കൺസിഡർ ചെയ്യണം. സോ അതിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരേണ്ട ഇക്വേഷൻ ആണ് ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ, ആൽഫ ഈക്വൽ ടു A/R. എപ്പോഴും ടോർക്ക് കൊടുക്കുന്നത് ആരാണ്? ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആക്സിലറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത ഭാഗം നോക്കാം, റൊട്ടേഷൻ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. കാരണം എൻ്റെ ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിളിന് ഞാനിവിടെ റോഡ് കൊടുത്തിട്ടുണ്ട്. ഈ റോഡ് പല ആംഗിളിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പല ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ സമയത്ത് ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ I ഈസ് ഈക്വൽ ടു mr² എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇനി എങ്ങനെയാണ് ആ I ഈസ് ഈക്വൽ ടു mr² എന്ന് എനിക്ക് കിട്ടിയത് എന്നുള്ള കാര്യമാണ് ഞാൻ പരിശോധിക്കുന്നത്. നോർമലി നിങ്ങൾക്കറിയാം നമുക്കൊരു മൊമെൻറ്റം, സാധാരണ മൊമെൻ്റ് എടുക്കാം, P ഈസ് ഈക്വൽ ടു mv ആണ്. അതായത് മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷനിൽ വെലോസിറ്റിയുടെ മുന്നുള്ള സാധനമാണ് എന്ത്? മാസ്. ഈ മാസിൻ്റെ അനലോഗായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ I എന്ന് പറഞ്ഞത്. കൺസിഡർ ആൻ ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമ്മൾ വിളിച്ചത് I ഒമേഗ എന്നാണ്. ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു I ഒമേഗ. കാരണം ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. ഇവിടെ മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്, വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ I ഒമേഗ കിട്ടും. I ഒമേഗ ഇസ് ഈക്വൽ ടു, ഈ ഒരു സ്പെഷ്യൽ കേസ് എടുത്താൽ I എന്ന് പറഞ്ഞാൽ ml² ഡിവൈഡ് ബൈ 12 ആണ് ഇൻറ്റു ഒമേഗ. ഇതിൽ നമുക്ക് സംശയമൊന്നുമില്ല. സോ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ആംഗുലാർ മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കുക, ഇവിടെ ആക്സിസ് മാറ്റിയിട്ടുണ്ട്. ആക്സിസ് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ആക്സിസിലാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിലാണ് ഇതിൻ്റെ മാസ്, ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇത് L ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും I ഒമേഗ ഇസ് ഈക്വൽ, അല്ലെങ്കിൽ നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ml² ഡിവൈഡ് ബൈ 12 ഇൻറ്റു sin² തീറ്റ ഇൻറ്റു ഒമേഗ. ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഡെറിവേഷനിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇതാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു ml² ബൈ 12 ഇൻറ്റു sin² തീറ്റ. അതാണ് ആംഗുലാർ മൊമെൻറ്റം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇനി ഡെറിവേഷൻ അല്ല, ഞാനതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഡെറിവേഷൻ നമുക്കത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ മെട്രിക്സ് ഫോം ഓഫ് ആംഗുലാർ മൊമെൻറ്റം. സോ ഞാൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്കറിയാം ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ I ഒമേഗയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യും, മാത്തമാറ്റിക്കലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. IX, IX, IXY, IXZ, എക്സിനെല്ലാത്തിനെയും കമ്പണൻ്റ് ആക്കി മാറ്റി. ഇനി വൈനെ ചെയ്തു, ദെൻ സെഡിനെ ചെയ്തു അല്ലേ, ഇൻറ്റു ഒമേഗ എക്സ്, ഒമേഗ വൈ, ഒമേഗ സെഡ്. സോ ഈ ഒരു സമയത്ത് ഏതൊരു ആക്സിസിലൂടെയുള്ള ആംഗുലാർ മൊമെൻറ്റം വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ mx, mx, my, my ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കേസിൽ റൊട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ മാറ്റി എഴുതി. സോ മെട്രിക്സ് ഫോം ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണിത്. ഇതിൽ നിന്നാണ് നമ്മുടെ ഡിസ്കഷൻ പോകുന്നത്. എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതെന്ന് ഞാൻ കൺസെപ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ടേമുകൾ നോക്കുക. ഈ IXX, IYY, IZZ ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ബാക്കിയുള്ളതൊക്കെ പ്രൊഡക്റ്റ് ഓഫ് ഇനേഷ്യയാണ്, നമ്മൾ താഴെ പറയുന്നുണ്ട്. എനിവേ ആ രീതിയിൽ എഴുതുന്ന സമയത്ത് അതെങ്ങനെ എഴുതുന്നത് എന്നുള്ളതൊക്കെ ആംഗുലാർ മൊമെൻറ്റത്തിൽ നിന്നുള്ള ഡെറിവേഷനാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കോഴ്സുകളിൽ ചെയ്യും. പക്ഷേ ഇപ്പം നമുക്കതിൽ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഫോക്കസ് ചെയ്യുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ IXX ആണ്. സോ IXX ഇസ് ഈക്വൽ ടു അതിൻ്റെ ഡിസ്ക്രീറ്റ് മാസ് സിസ്റ്റത്തിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. നോർമലി ഇപ്പം നമ്മൾ പഠിച്ച മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? I ഈസ് ഈക്വൽ ടു mr². സിമ്പിളായിട്ട് അത് തന്നെ അല്ലേടാ ഇത് ഡിസ്ക്രീറ്റ് മാസ് സിസ്റ്റം. XX എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇറ്റ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ദ X ആക്സിസ് എന്നാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ X ആക്സിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ X ആക്സിസ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ആരൊക്കെ ഉണ്ടാകും? എൻ്റെ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വൈയും സെഡും ഉണ്ട്. സോ ഈ സമയത്ത് അബൌട്ട് ദ എക്സ് ആക്സിസ് ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സപ്പോസ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദിസ് വൺ ആസ് ദ എക്സ് ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ mr² പറഞ്ഞതിൻ്റെ പൊസിഷൻ വെക്ടർ ആയിരുന്നു. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? √(x²+y²) ആണ് അല്ലേ.
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ല, ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുക വൈ ഉണ്ടാകും സെഡ് ഉണ്ടാകും. സോ അതന്നെയല്ലേ ഇവിടെ ചെയ്തത് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എം ആർ സ്ക്വയർ തന്നെ റെപ്രസെൻറ്റ് ചെയ്തതാണ് മറ്റൊരു രീതിയിൽ. കണ്ടിന്യൂസ് മാസ് സിസ്റ്റം ആണെങ്കിലോ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എം. സോ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ഡി എം. കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോന്നിൻ്റെ എഴുതാം. ഐ വൈ വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ ടേം ഉണ്ടാവില്ല, ബാക്കി 2 ആക്സിസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? എക്സും സെഡും ഉണ്ടാകും. സെഡ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ഇല്ല, എക്സും വൈയും ഉണ്ടാകും. സോ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷനിൽ ഡിസ്ക്രീറ്റ് മാസ് സിസ്റ്റം എന്നാൽ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് വരുന്ന ലൈവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിവേ വി ആർ മൂവിങ് ടു ദ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ. ബാക്കിയുള്ള ടേമുകളാണ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ. ഐ എക്സ് വൈ, ഐ എക്സ് സെഡ്, ഐ വൈ സെഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ ആർ സിമെട്രിക്. അതായത് അതിനർത്ഥം ഐ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഐ വൈ എക്സ്, ഐ സെഡ് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു ഐ സെഡ് എക്സ്, ഐ വൈ സെഡ് ഇസ് ഈക്വൽ ടു ഐ സെഡ് വൈ. ക്ലിയർ അല്ലേ? ഇനി ആ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യയുടെ ഡിസ്ക്രീറ്റ് മാസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ കാണുക? എം ഐ എക്സ് ഐ വൈ ഐനെ സം ഓവർ ചെയ്യുക, മൈനസ് ചെയ്യുക. സോ ഐ എക്സ് വൈ അല്ലെങ്കിൽ വൈ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ടേമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? എക്സും വൈയും. സോ ഇവിടെ ഏതൊക്കെ എഴുതിയിട്ടുണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ആ രീതിയിലാണ്. സോ ഇൻറ്റഗ്രൽ ആർ സ്ക്വയർ ഡി എമ്മിന് പകരം ഇവിടെ എന്താ പറയുക? ഇൻറ്റഗ്രൽ എക്സ് വൈ ഡി എം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലെ ഓരോന്ന് എഴുതാൻ പറ്റും. ഐ വൈ സെഡ് ആണെങ്കിൽ ഓർത്ത് വെക്കേണ്ടത് അതൊക്കെയാണ്. വൈ ഉണ്ട്, സെഡ് ഉണ്ട്. സോ സം ഓവർ എം ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. ഓർത്ത് വെക്കാൻ വളരെ ഈസിയാണ്. പ്രൊഡക്റ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഐ എക്സ് വൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എം ഇൻറ്റു സം ഓവർ എം ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതിയാൽ മതി. പ്രോബ്ലം നമ്മൾ ചെയ്യും. എനിവേ സോ വി ആർ പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ള ഡെഫിനിഷനിലോട്ട് മൂവ് ചെയ്യാണ്. സോ വാട്ട് ഈസ് എ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ആ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, പക്ഷേ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് ചിലപ്പോൾ ചോദിക്കും. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് ഐ എക്സ് എക്സ്, ഐ വൈ വൈ, ഐ സെഡ് സെഡ്. ബാക്കിയുള്ള ടേമുകളൊക്കെ 0 ആയി പോകുന്ന ആ ആക്സിസിനാണെന്ന് പറയാം പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ബോഡിയുടെ പ്രിൻസിപ്പൽ ആക്സിസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 2/5 എം ആർ സ്ക്വയർ അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്തൊക്കെ പ്രിൻസിപ്പൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എനിവേ ഹിയർ ഈസ് ഫോർ എ സ്ക്വയർ പ്ലേറ്റ് വി വിൽ ഗെറ്റ് ദ പ്രിൻസിപ്പൽ ആക്സിസ് അബൌട്ട് ദിസ് വൺ. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ഓരോ ലാമിനയുടെയും പ്രിൻസിപ്പൽ ആക്സിസുകൾ നമ്മൾ ചെറുതായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ പ്ലേറ്റിൻ്റെ തന്നെ ഈ രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ ആക്സിസ് കിട്ടും. കാരണം ബാക്കിയുള്ള ടേമുകളൊക്കെ ഇവിടെ 0 ആണ്. ട്രയാങ്കുലാർ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളത് സ്ഫിയർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ തിൻ റോഡും ഉണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ പ്രിൻസിപ്പൽ ആക്സിസുകൾ. കാരണം ഈ രീതിയിൽ നമ്മൾ സിമെട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹിയർ ഏതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് കൺഫ്യൂഷൻ ആവരുത്. ഇതാണ്, ഇവിടെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്. അതാണ് എന്തിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസുകൾ. കാരണം സ്ഫിയറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എം ആർ സ്ക്വയർ 2/3 എം ആർ സ്ക്വയർ 2/5 എം ആർ സ്ക്വയർ എന്നൊക്കെ. സോ അപ്പോൾ ഒക്കെ നമ്മൾ പറഞ്ഞത് എന്താണ്? അബൌട്ട് ദ ഡയമീറ്റർ ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. ആ ഒരു ആക്സിസ് ആണ്. ഇത്രയേ ഉള്ളൂ. നൗ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം ഒന്ന് ഇക്വേഷൻ മെൻഷൻ ചെയ്യുന്നു മാത്രം. ടോർക്ക് നിങ്ങൾക്ക് അറിയാം, ആർ ക്രോസ് എഫ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മളിത് വെച്ച് പ്രോബ്ലം ചെയ്തു. സോ ഇത് ഓർത്ത് വെക്കുക. ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, അല്ലെങ്കിൽ ഐ ആൽഫ എന്ന് ഉപയോഗിക്കാം. ഐ ആൽഫയിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഒരു ഫോർമുലയാണ് ഇത്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം പറഞ്ഞാൽ നമ്മൾ പറയും നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ആണ്. സോ റൊട്ടേഷൻ ഇക്വിലിബ്രിയം എന്തായിരിക്കും? നെറ്റ് ടോർക്ക് ഈക്വൽ ടു 0. മറ്റു മാറ്റങ്ങളൊന്നുമില്ല. സോ നെറ്റ് ടോർക്ക് ഈക്വൽ ടു 0. ആംഗുലാർ മൊമെൻറ്റം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഐ ഒമേഗ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. രണ്ടും ചെയ്യാൻ പറ്റും. സോ ആർ ക്രോസ് പി ഐയിൽ വെച്ചിട്ടാണ് നമ്മൾ എം വി ആർ എന്നുള്ള ഡെഫിനിഷൻ എടുത്തത്. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ഇനി ലാസ്റ്റ് വൺ, ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ. അതായത് ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ എന്തായിരിക്കും? എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. അത് ഓൾറെഡി നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു എന്നതിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് കോട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് മെയിനായിട്ട് ഉണ്ടാകുക ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്കറിയാം അത്ര റെഡ് മാർക്കല്ല, അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും ഞാനൊന്ന് സമ്മറൈസ് ചെയ്തുതരാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ. പിന്നെ പാരലൽ ആക്സിസ് തിയറം, പ്രിൻസിപ്പൽ ആക്സിസ് തിയറം. ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ ചെയ്തിട്ടുള്ള റൊട്ടേഷന്, ട്രാൻസ്ലേഷന്, ജനറൽ മോഷന്. പിന്നെ അതേപോലെ തന്നെ അതിൽ നമ്മൾ 2-3 സോൾവ്ഡ് എക്സാമ്പിൾസ് ചെയ്തു. ആക്സിലറേഷൻ കാണാനുള്ളത്, അതേപോലെ തന്നെ സ്ഫിയർ ഉരുളുന്ന സമയത്ത്, ഇൻക്ലൈൻഡ് പ്ലെയിനിലായിട്ടുള്ള സമയത്ത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഇക്വേഷൻസ്.
പിന്നെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഓഫ് ഇനേഷ്യ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ ലൈവിലോ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിലോ മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. അതിനു വേണ്ടി മാത്രം ഒരു പ്രോബ്ലം, കാരണം അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം. സോ ആ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതാണ്. എനിവേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകട്ടെ. സോ പെൻഡിങ് ആവാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഭാഗങ്ങളും തീർത്ത് പോവുക. എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് ഷുവറാണ്.